രേണുസുധീൻ്റെ കണ്ടൻറ്റാണ്. അതായത് വേറെ ഒന്നുമല്ല, രേണുസുധീൻ്റെ ഒരു കഥ ഞാനിന്ന് കണ്ടു. അവർക്ക് അസുഖവും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിഞ്ഞിട്ടും ചില ആൾക്കാർ ഇവിടുന്ന് മെയിൽ അയച്ചിട്ട് അവരെ എയർപോർട്ടിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇതുപോലെ നോക്കിയെന്നോ എല്ലാ സംഭവവും അഴിച്ച് പരിശോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥ. അതായത് വേറെ ഒന്നുമല്ല, ഇവിടെയുള്ള കുറേ ആൾക്കാർ ചേർന്നിട്ട് അവർക്കെതിരെ ഒരു മെയിൽ അയച്ചതാണ്. അവരെന്തോ അങ്ങനെ വലിയ കനത്തിൽ കൊണ്ടുവരുന്നുണ്ട്, അവരെന്തോ അങ്ങനെ വലിയ കനത്തിലാണ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് ഈ സജ്ജന എന്ന് പറയുന്നൊരു പ്രസ്താവന ഇറക്കി. എന്താ വെച്ചാൽ രേണുസുധിയെ പോലെ ബാറിൽ പോയി ഇരിക്കുന്നതെന്ന്. പക്ഷേ രേണുസുധിയെ കളഞ്ഞിട്ട് പോയിട്ടില്ല, അതുപോലെ തന്നെ മക്കളെ കളഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് വേറെ വിധത്തിൽ ഒരാളെ കൂടിയും പോയിന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതായത് വേറെ ഒരാളെ കൂടെ ഈ രേണുസുധി ഇതുവരെ പോയി എന്നുള്ള ഒരു കാര്യമൊന്നും നമുക്ക് ഇതുവരെ എവിടുന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും ക്യാമറകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രേണുസുധി ഇതുവരെ ഒരാളുടെ കൂടെയും പോയി എന്നുള്ള ഒരു ഇത് നമുക്കൊരാൾക്ക് പോലും പറയാൻ കഴിയില്ല. അവരവരുടെ തൊഴിൽപരമായിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ ചോദിക്കും, ഇതെന്താ ബാറിൽ ഡാൻസ് ചെയ്യൽ തൊഴിലാണോ ചോദിക്കും. ഏതായാലും ഈ രേണുസുധിയെ കൊണ്ടുപോയിട്ട് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവരുടെ കസ്റ്റമറെ കൂട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് നടന്മാരുടെ ഇങ്ങനെയുണ്ട്. എന്ന് വെച്ചാൽ എയർപോർട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാവല ഏത് പച്ചമുളക് വാർന്ന് വിളിച്ചിനാ ഞാൻ റെഡിയാന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ വേറെ ആട്ടെ, നിങ്ങൾക്ക് കാര്യമെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ രേണുസുധി പോയിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ആക്കരുത് മോളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേത് പോലെയല്ല രേണുസുധി അവിടെ പോയി ഇരുന്നത്. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്യാങ് കൊണ്ടുപോയതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിന്നെ എന്താ നിങ്ങൾ പറയുന്നത് ഇതിനെപ്പറ്റി അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അറിയാതെ ഒരു ബാറിൽ പോയിരിക്കുമ്പോൾ ഏത് ചെറിയ കുട്ടിക്കും അറിയാമല്ലോ ഇതൊരു ബാറാണ്, ഇവിടെ വരുന്നത്. വലങ്കേ നായരാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ ഇത് പറയും, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് എപ്പം നോക്കിക്കഴിഞ്ഞാലും ഈ ബാറിൽ നിന്ന് കേൾക്കുമ്പോഴേ മറ്റേ ഈ ഡാൻസില്ലേ മറ്റേ പഴയ സിനിമയിലെ അതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാലങ്കേ നായരും ജോസ് പ്രകാശിൻ്റെ ഓർമ്മ വരിക. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ മുന്നിൽ പോയിട്ട് ഡാൻസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ വരിക. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ രേണുസുധീന എല്ലാവരും കൂടി എന്ന് ടാർഗറ്റ് ചെയ്തപ്പോഴേ അവരെല്ലാവരും കൂടി മെയിലും കേസും കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ പുക്കാറിലാണ് അവരെ അന്ന് അങ്ങനെ ചെക്ക് ചെയ്തത്. ഇന്നെല്ലാവരും അതിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്, നല്ല രീതിയിൽ സങ്കടപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരുടെ അവസ്ഥ അത്രയും പരിതാപകരമാണ്. ഇപ്പോഴവരുടെ കീമോ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വിദ്വാൻമാർ വളരെ മോശപ്പെട്ട തരത്തിലുള്ള മെസ്സേജുകളാണ് വരുന്നത്. അവരൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് മോശമായിട്ടുള്ള മെസ്സേജുകൾ കണ്ടു. അതായത് എന്താ പറയേണ്ടത്, യാതൊരു ബോധവും ഇല്ലാത്ത തരത്തിലുള്ള മെസ്സേജ് ഉണ്ടാവില്ലേ. അതായത് ഒരാളിങ്ങനെ എന്താ പറയുക, അവർക്ക് ഒരു അസുഖം എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവർക്കല്ല ഇനി വേറെ ആർക്കാ വരുന്നു പറയാൻ പറ്റുമോ? അങ്ങനെ അവർക്ക് അസുഖം വന്നതിന് ഒരുപാട് പേര് ഇവിടെ നല്ല രീതിയിൽ പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. അതായത് ഉള്ളിൽ അവൾക്ക് വന്നത് നന്നായിരുന്നു, ഇല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് ചവിട്ടിയിട്ട് നടക്കാൻ പറ്റൂലായിരുന്നു. അതിന് വന്നത് വലിയ ഗുണമായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതാ ഇവളെ അഹങ്കാരം കൊണ്ട് ഇവൾക്ക് വരുന്നു പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള സന്തോഷമുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഈ വീഡിയോ കാണുന്നവർക്ക്? നിങ്ങളെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ ഈ വീഡിയോ കാണുന്നവർക്ക്? അതായത് ഞങ്ങൾക്ക് സന്തോഷം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പല ആൾക്കാരും എന്ന് പറയുന്നത് രേണു വീണത് മുതലെടുക്കുക തന്നെയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ഉയർത്തെഴുന്നേറ്റ് വരും. അതായത് ഉയർത്തെഴുന്നേറ്റ് വരാതൊന്നും ഇരിക്കത്തില്ല, വരും. പക്ഷേ അവരെ ദ്രോഹിച്ചവർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അവർ അത്രത്തോളം ഒരു കുറ്റം ചെയ്തില്ലെന്ന് ചോദിച്ചാൽ അതൊന്നും ചെയ്തിട്ടില്ല. ശരിയാണ്, നമ്മളൊരു മനുഷ്യൻ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ വിമർശിക്കാം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക ആ ഒരു രോഗത്തിൻ്റെ അവസ്ഥ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാളെ കൊണ്ടുപോയിട്ട് ഞോണ്ടിയെടുത്തിട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ കാര്യമാണ്. പിന്നെ ആരോ ഇമെയിൽ അയച്ചതൊന്നും അറിയില്ല കേട്ടോ. ഒരുപാട് ഇമെയിൽ പോയതിൻ്റെ ഇതിലാണ് അവരെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ ചെക്ക് ചെയ്യലും ഒക്കെ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സ്വർണം കടത്തുന്നുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെല്ലോ കടത്തുന്നുണ്ട്. പിന്നെ അവരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോ കടത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴാണ് അവർ ചെക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴാണ് പറയുന്നത്, അവർ ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്കും ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അതായത് ഇപ്പോൾ പിന്നെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, അതായത് ഈ സുധി എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്നെങ്കിൽ അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തകർന്നു പോയിട്ടുണ്ടാവുകയും ഉള്ള കാര്യം എന്താ പറയുന്നതിന്. അതായത് അയാൾക്കൊന്നും ഇത്രയും ധൈര്യമൊന്നും അയാൾക്കൊന്നും ഉണ്ടാവില്ല.
പക്ഷേ ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ധൈര്യവും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റി. അവർക്കെന്താ അറിയുക, ഈ ജനങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇതിൻ്റെ പൈസ ഉണ്ടാക്കിയിട്ട് മാത്രമേ പിന്മാറുള്ളൂ എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നീങ്ങി വേറെ ആരെങ്കിലും ആണെങ്കിലും വഴിക്ക് വെച്ച് പോകും. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവരെന്തല്ലേ വഴിക്ക് വെച്ച് പോകാത്തത്? അതായത് ഇത്രയും ആൾക്കാർ ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കയറിയിട്ട് അങ്ങ് മേഞ്ഞപ്പോൾ ഒരു വകയിലെ ആളാന്ന് ഇറങ്ങി ഓടിക്കളയും. ഒരു തരത്തിൽ എനിക്ക് തോന്നിയ എന്താ അറിയുക, ഇവരെല്ലാം കൂടി ഇനി ഒത്തുകളിയാണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഇവരെന്താ പ്രതികരിക്കുന്നില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇവർ നിർത്തുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കളിയാണോ ഇത് എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവരിനിയും കുറച്ചും കൂടി കാലം ഇതൊക്കെ ചെയ്തോട്ടേനും. അതായത് കുറച്ചും കൂടി കാലം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പൈസ കിട്ടത്തില്ലേ? അല്ല ഇനി മാറിയാലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി മാറിയിട്ട് നല്ല രീതിയിൽ ചെയ്യട്ടെ. നമ്മളാരും എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ഈ RIP എന്നോ അല്ലെങ്കിൽ മരിച്ചോന്നോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഗുരുതരം ഇങ്ങനെയൊന്നും പറയരുത്. അതേ വേണ്ടു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരോ കമൻറ്റ് ചെയ്തുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നാളെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേ അവസ്ഥ വരും. ആ കമൻറ്റ് എഴുതുമ്പോൾ അന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരുന്നു മൂങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറയുകയാണ്, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാർക്ക് ആർക്കാ കൊടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അവരസുഖങ്ങളെല്ലാം പിന്നെ എല്ലാം ഭേദമായിട്ട് തിരിച്ചു വരട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിമർശിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ കാശ് പിരിക്കുന്ന കാര്യം. ആ കാശ് പിരിക്കുന്ന ഓമാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്ത് വെളിയിലിടുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരാണ് ഇതിൻ്റെ പുറകിലെന്ന് അറിയണമല്ലോ. ഇവരെ പേരും പറഞ്ഞിട്ട് ചിലപ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാക്കാം, എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കൻ ഇതുവരെ പോയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെയധികം മോശം തന്നെയാണ്. ആരാന്ന് പിടിച്ചു വെച്ചത് ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കന് ഞാൻ ഇതിനിടയ്ക്കൊരു വീഡിയോ ചെയ്ത് കൊടുത്തതാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംഭവം നിനക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല. ഇന്നിപ്പോഴും എല്ലാവരും ഉണ്ടാക്കും. കാരണം എന്താ, പണം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറുക്കൻ്റെ കയ്യിൽ ചില്ലറ ഉണ്ടോണ്ട് എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഒരു കാലത്തെങ്ങാട്ട് ഇതങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്മാർ തിരിഞ്ഞു നോക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ സ്വന്തം അമ്മ പോലും വേണ്ട എന്ന് പറയുന്ന എടുക്കുന്ന അന്നേ 12 വയസ്സ് മുതൽ എന്ന് പറഞ്ഞാൽ ഈ രേണു സുധി തന്നെയാണ് വളർത്തിയത്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഏത് അമ്മയാണ് വളർത്തിയിരിക്കുന്നത്? ഈ സുധിയാണെങ്കിൽ 2 കല്യാണം വേറെ കഴിച്ചിനായിരുന്നു, അതൊക്കെ. പക്ഷെ അവരാരെങ്കിലും ഈ ചെറുക്കനെ വളർത്തിയിട്ടുണ്ടോ? ഈ ചെറുക്കനെ കൂടെ നിന്ന് വളർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രേണു സുധി തന്നെയാണ്. അതുകൊണ്ട് പറയുകയാണ്, ആ ചെറുക്കനോട് ഇനിയെങ്കിലും പോയിട്ട് കാണണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും വാക്കും കേട്ടിട്ട് കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു നിനക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആരും അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് രേണുവിനെ കളിയാക്കാനോ നിൽക്കണ്ട. അങ്ങനെ നിന്ന് കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റബോധം നിങ്ങൾക്ക് തന്നെയാവും ഉണ്ടാവുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയെങ്കിലും അവരെ വെറുതെ വിട്ട് അവരെ എന്താ പറയേണ്ടത് അനാവശ്യ വിവാദങ്ങളിലൊന്നും പെടുത്താതെ അവരുടെ എന്താ പറയേണ്ടത് നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് ഇത് ചെയ്യും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അവർക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അതാ വേണ്ടത്. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ക്രൂരന്മാരൊന്നുമല്ല. ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. ചിലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരതയുടെ മുഖമുണ്ടാകും. പക്ഷേ ചില ആൾക്കാരൊക്കെ നല്ലത് തന്നെയാണ്. ഒരിക്കലും അവരെയൊന്നും മോശം പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഒന്ന് ഹൈപ്പ് ചെയ്യും. പറയുന്നത് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. നന്ദി, നമസ്കാരം.